എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഡോക്ടർ മെഡിക്കൽ മേഖലയില്, മെഡിസിന്റെ മേഖലയില്, ഹോസ്പിറ്റലുകളില്, ഓപ്പറേഷൻ തിയേറ്ററുകളില് എന്താണ് അവിടെ നടക്കുന്നത്, ഏത് സാധനമാണ് ഫിറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് ഡോക്ടർമാരുടെ ഇത്ര വേദനയായിട്ട് എത്തുമ്പോൾ പറയും നിങ്ങൾ എത്തിയത് കറക്റ്റ് സമയത്താണ്, 5 മിനിറ്റ് വൈകിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നില്ല. അപ്പൊ ബേജാറായി. ഇപ്പൊ ഓപ്പറേഷൻ വേണമെന്നാ പറയാ. കുടുംബങ്ങൾ ഇങ്ങനെ പുറത്ത് വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. എന്താ വേണ്ടത് ഉടനെ പറഞ്ഞോളിയും. ജർമ്മന്റെ സാധനമാണെങ്കിൽ 2 ലക്ഷം വരും, മറ്റതാണെങ്കിൽ 1.5 വരും, താഴ്ന്ന ഗ്രേഡിലാണെങ്കിൽ 75 വരും. ഏതാ വേണ്ടതെന്ന് 5 മിനിറ്റ് കൊണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സംഗതി നടക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും. എന്താണ് ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ഈ പേഷ്യന്റിന്റെ കൂടെ വന്ന ആളെന്താ ചെയ്യാ? അയാളാണ് ബേജാറാവും. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളല്ലേ. ആണ് ബേജാറാവാണ്. പിന്നെ അന്വേഷിക്കാനൊന്നും സമയമില്ല. ഇത് നിങ്ങളിപ്പോ എന്തെങ്കിലും കളിക്കണ്, ജീവൻ കൊണ്ടായി കളിക്കണ്. നിങ്ങൾ ഒരുപാട് നേരം ചർച്ച ചെയ്യാനൊന്നും നേരല്ല, 5 മിനിറ്റ് സമയം തരാൻ നിങ്ങൾ ആലോചിച്ചോളി എന്ന് പറയും. ഈ സാധുക്കൾ പുറത്ത് നിൽക്കുന്നു. 2 ലക്ഷത്തിന്റെ സ്റ്റണ്ടാ ഇടേണ്ടത്, മറ്റേ 1.5 ഇടേണ്ടത്, 75ന്റെ ഇടുന്നത്, ജപ്പാന്റെ ഇടുന്നത്, അമേരിക്കന്റെ ഇടുന്നത്, ഏതാണുള്ളത്? ഇവനോട് എന്ത് കൺഫ്യൂഷനാണ്. മൻ ഗശ്ശന ഫലൈസ മിന്നാ. ചതി നടക്കുന്ന മേഖലയാണ്, വൻ വ്യവസായ മേഖലയാണ്, ചതിയുടെ മേഖലകളാണ്. ചതിയും വഞ്ചനയും ഇല്ലാത്ത മേഖലകൾ. അതിന്ന് മെഡിക്കൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതിന്റെ ഏതെല്ലാം കച്ചവടങ്ങളിലാണെങ്കിലും, പിന്നെ ടെക്സ്റ്റൈൽസ് വ്യാപാരത്തിന്റെ വസ്ത്ര മേഖലയിലാണെങ്കിലും, ഏതൊക്കെ കാർ വിൽപ്പനയുടെ ഷോറൂമുകളിലൂടെ, ഗാരേജുകളിൽ സാധനങ്ങൾ, പാർട്സുകൾ മാറ്റിയെടുക്കുന്ന, സ്പെയർ പാർട്സുകൾ മാറ്റുന്ന ഇടങ്ങളിൽ എന്താണ് വെച്ചത്, എന്താ ഫിറ്റ് ചെയ്തതെന്ന് നമുക്കതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ, അത് അല്ല, അങ്ങനെ അല്ല എന്ന് പറയാനറിയോ, അങ്ങനെ ആണെന്ന് പറയാനറിയോ? അവരെന്താ പറഞ്ഞത് അത് പറയാ, അതിന്റെ പേ ചെയ്യുക, അങ്ങനെ ആണെന്ന് വിശ്വസിച്ച് പോരുക. അതൊക്കെ ഈ ലോകത്ത് നടക്കും. പക്ഷേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അതവിടെ രേഖയായി. ഞാൻ ചതിക്കപ്പെട്ടോ അതവിടെ രേഖയായി. എന്നെ ആരെങ്കിലും ചതിച്ചോ അതവിടെ രേഖയായി. ഈ ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചതിക്കപ്പെട്ടോ ചതിക്കപ്പെട്ടു, ചതിച്ചോ ചതിച്ചു. പക്ഷേ പരലോക കോടതിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയണ മൻ ഗശ്ശന, നമ്മെ വഞ്ചിച്ചവൻ, ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിമാകാൻ യോഗ്യനല്ല. അതുകൊണ്ട് കാഫറൊന്നും ആവില്ല, പക്ഷെ അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ സൊസൈറ്റിയിൽ, ഇസ്ലാമിക് സൊസൈറ്റിയിലെ നമ്മുടെ ഒരു തരീഖത്തിൽ, നമ്മുടെ ഒരു മാർഗത്തിൽ, നമ്മുടെ ഒരു ചര്യയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മെമ്പറായി അവനെ കണക്കാക്കാൻ കൊള്ളില്ല എന്ന്. അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ആയത്ത് തെളിവ് കൊടുത്ത എന്താണ്? യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണിത്. അവർ വൻ മഹാപാതകമാണ് വഹിക്കുന്നത്, ഇതിലൂടെ വമ്പിച്ച ളുൽമാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്.